രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായകമായ ഒരു പോരാട്ടമാണ്. ഈ ഘട്ടത്തിൽ 142 നിയമസഭാ മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. നാദിയ, നോർത്ത് പർഗാനാസ്, അതുപോലെ സൗത്ത് 24 പർഗാനാസ്, കൊൽക്കത്ത, ഹൗറ, ഹൂഗ്ലി, പൂർവ ബർധമാൻ, ഈ 7 ജില്ലകളിലായാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. ഈ ഘട്ടത്തിൽ ഏകദേശം 3.2 കോടിയോളം വോട്ടർമാരാണ് പോളിംഗ് ബൂത്തിൽ എത്തുന്നത്. അതിൽ 1.6 കോടി പുരുഷന്മാരും 1.57 കോടി സ്ത്രീകളും ഉൾപ്പെടുന്നു. സ്ത്രീ വോട്ടർമാരുടെ സാന്നിധ്യം ഉയർന്നു നിൽക്കുന്നു എന്നതാണ് ബംഗാളിൽ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധേയമാക്കിയത്. രണ്ടാം ഘട്ടത്തിലും വോട്ടർമാരുടെ എണ്ണത്തിൽ അവർ തന്നെയാണ് മുന്നിൽ. തൃണമൂൽ കോൺഗ്രസിന് ശക്തമായി സ്വാധീനമുള്ള നഗരമണ്ഡലങ്ങളിലാണ് കൂടുതലും തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. BJP അവരുടെ നില മെച്ചപ്പെടുത്താൻ ഏറ്റവും അധികം പ്രവർത്തനം നടത്തിയ മണ്ഡലങ്ങൾ കൂടിയാണ് രണ്ടാം ഘട്ടത്തിൽ അവിടെ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നത്. കൊൽക്കത്തയും അതുപോലെ നഗരത്തിൻ്റെ സമീപ പ്രദേശങ്ങളും സബർബൻ ഏരിയകളുമെല്ലാം അവിടെ ഈ തെരഞ്ഞെടുപ്പിൽ വരികയാണ്. തൃണമൂലിന് അതുകൊണ്ട് തന്നെ അത് നിർണായകമായ ഒരു മേഖലയാണ്. നാദിയ, ഹുഗ്ലി, നോർത്ത് പർഗാനസ് പോലുള്ള മേഖലകളിൽ BJP ശക്തമായ മുന്നേറ്റം നടത്തുമെന്ന ഒരു പ്രതീക്ഷയിൽ അവരുള്ളത്. 15 വർഷത്തെ തൃണമൂൽ ഭരണം തുടരുമോ അതോ അത് അവസാനിപ്പിക്കാൻ കഴിയുമോ BJPക്ക് എന്ന ഒരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. പക്ഷേ അതെത്ര കണ്ട് സാധ്യം എന്ന് വ്യക്തമല്ല. BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നില മെച്ചപ്പെടുത്തുക എന്നതായിരിക്കാം ഈ തെരഞ്ഞെടുപ്പ് ഇതുവരെ നടത്തിയിട്ടുള്ള ഒരു നിരീക്ഷണത്തിലും പഠനത്തിൽ നിന്നും വ്യക്തമാകുന്നത്. ഇത് 4ാം മമത മന്ത്രിസഭയ്ക്കുള്ള കളം അവിടെ ഒരുങ്ങുന്നു എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ഏതായാലും ആദ്യഘട്ട പോളിംഗിൽ മാറ്റത്തിൻ്റെ തരംഗം സ്ഥിരീകരിച്ചുവെന്ന് തൃണമൂൽ കോൺഗ്രസിൻ്റെ മഹാജംഗിൾ രാജ് അവസാനിച്ചിരിക്കുന്നുവെന്നുമാണ് നരേന്ദ്രമോദി അവകാശപ്പെടുന്നത്. പശ്ചിമ ബംഗാളിൽ ഈ ഘട്ടത്തിൽ 152 മണ്ഡലങ്ങളിൽ ആദ്യഘട്ടത്തിൽ നടന്ന പോളിംഗിൽ 92.8% പോളിംഗ് രേഖപ്പെടുത്തിയത്. 2011 ശേഷം ഈ മേഖലയിൽ ഉയർന്ന പങ്കാളിത്തം കാണുന്നു എന്നത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഘടകമാണ്. നമുക്ക് ബംഗാളിൻ്റെ നിലവിലെ രാഷ്ട്രീയ ചിത്രം ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ബംഗാളിൽ എങ്ങനെയാണ് ഈ ആളുകൾ, അവിടുത്തെ വോട്ടർമാർ കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയാണ് അവരുടെ ജനവിധി രാഷ്ട്രീയ പാർട്ടികൾക്ക് സമ്മാനിച്ചത്? ഈ CPM ഉൾപ്പെടെയുള്ള ഇടതു പാർട്ടികൾ എവിടെ നിന്ന് എവിടെ എത്തി എന്നതിൻ്റെയൊക്കെ ഒരു നേർചിത്രം നമുക്ക് പരിശോധിക്കാം. ആദ്യം 2021 ചിത്രം നമുക്കൊന്ന് പരിശോധിക്കാം. 2021 കണക്കുകൾ അനുസരിച്ച് നമുക്ക് കിട്ടുന്ന തൃണമൂൽ കോൺഗ്രസ് 215 സീറ്റ് നേടിയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ അധികാരത്തിൽ 3ാം തവണ എത്തുന്നത്. BJP 77 സീറ്റുകൾ നേടിയാണ് അവിടെ 2ാം സ്ഥാനത്ത് വന്നത് എന്നത് ശ്രദ്ധേയമാണ്. RSMP രാഷ്ട്രീയ സെക്കുലർ മജ്ലിസ് പാർട്ടിയാണ് 1 സീറ്റ് അവിടെ നേടിയിരിക്കുന്നത്. പിന്നെ സ്വതന്ത്രനും 1 സീറ്റ് നേടിയിട്ടുണ്ട്. എന്നാൽ 2021 മുന്നേയുള്ള വർഷത്തെ കണക്കുകൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. 2016 കണക്കുകളാണ് നമുക്ക് നോക്കേണ്ടത്. 2016 നിന്ന് 2021 TMC നില മെച്ചപ്പെടുത്തുകയാണ്. കാരണം 2016 TMCക്ക് AITCക്ക് അവിടെ തൃണമൂൽ കോൺഗ്രസിന് കിട്ടിയിരിക്കുന്നത് 211 സീറ്റുകളാണ്. 294 അംഗ സഭയിൽ 211 സീറ്റുകളാണ് അവർ നേടിയിരിക്കുന്നത്. പക്ഷേ ഈ 2016 കണക്കിൽ നമുക്ക് കോൺഗ്രസിനെ കാണാം. കോൺഗ്രസ് 44 സീറ്റുകൾ നേടിയിരിക്കുന്നു. CPM 26 സീറ്റുകൾ അവിടെ നേടിയിരിക്കുന്നു. BJPക്ക് 2016 3 സീറ്റ് മാത്രമാണ് അവിടെ ഉള്ളത് എന്നത് ആ ചിത്രം നമുക്ക് വ്യക്തമാക്കുകയാണ്. ഇനി ആ 3 സീറ്റിൽ നിന്നാണ് ഒരു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും 77 സീറ്റിലേക്ക് BJP ഉയർന്നത് എന്നത് ശ്രദ്ധേയം. 2011 കണക്കുകൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. 2011 നിയമസഭയുടെ കണക്കുകൾ എങ്ങനെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. 2011 184 സീറ്റുകളാണ് അവിടെ തൃണമൂൽ കോൺഗ്രസിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. കോൺഗ്രസിന് അവിടെ 42 സീറ്റുകൾ. CPMന് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കാണാം CPM 40 സീറ്റുകൾ. ഈ 40 സീറ്റുകൾ നേടിയ CPM ആണ് പിന്നീട് 2021 ആകുമ്പോഴേക്കും 0 എന്ന അവസ്ഥയിലേക്ക് നീങ്ങിയത് എന്നത് ശ്രദ്ധേയമാണ്. RSPയെ പോലുള്ള ഇടതു സംഘടനകൾക്ക് അവിടെ 7 സീറ്റുകൾ ഉണ്ട് 2011. അവിടെ നിന്നാണ് ഈ വലിയ പതനം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 42 സീറ്റുണ്ടായിരുന്നിടത്തു നിന്ന് CPMനെ സംബന്ധിച്ചിടത്തോളം
40 സീറ്റുകൾ എടുത്തു നിന്ന് RSPക്ക് പോലും 7 സീറ്റ് ഉണ്ടായിരുന്ന ബംഗാളിൽ നിന്നാണ് 2021 ആകുമ്പോഴേക്കും മമതാ ബാനർജിയുടെ സമ്പൂർണ്ണാധിപത്യത്തിലേക്കും BJPയുടെ ഒരു 77 സീറ്റുകൾ എന്ന വളർച്ചയിലേക്കുമൊക്കെ ഈ ബംഗാൾ രാഷ്ട്രീയം മാറുന്നത് എന്നതുകൂടി നമുക്ക് വ്യക്തമാണ്. 2006 സാഹചര്യം കൂടി ഒന്ന് നമുക്ക് പരിശോധിക്കാം. 2006 വരുമ്പോൾ അവിടെ ഏറ്റവും അധികം മുന്നിൽ നിൽക്കുന്നത് CPM ആയിരുന്നു. 176 സീറ്റുകളുമായി നിലനിന്നിരുന്ന CPM ആണ്. ആ 2006 അവസാനിച്ച് 2011 ആകുമ്പോഴേക്കും 34 വർഷത്തെ ഭരണം അവസാനിപ്പിച്ച് അവർ പ്രതിപക്ഷത്തേക്ക് മടങ്ങുന്നു. പിന്നീട് ആ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഒരു ചരിത്രമായി മാറുന്ന, അല്ലെങ്കിൽ ഒരു മുൻകാല ഓർമ്മയായി മാറുന്ന തലത്തിലേക്ക് ബംഗാൾ രാഷ്ട്രീയം മാറിയത്. അപ്പോൾ ബംഗാളിൽ എന്തു സംഭവിക്കും എന്നറിയാനുള്ള ജിജ്ഞാസ അത് വളരെ വലുതാണ്. ബംഗാളിലെ വോട്ടർമാർ ഏത് നിമിഷവും മാറി ചിന്തിക്കാം. ഏതായാലും പശ്ചിമ ബംഗാളിൻ്റെ മുഖ്യമന്ത്രി മമതാ ബാനർജി സംസ്ഥാനത്ത് 4ാം തവണയും അധികാരം നിലനിർത്താൻ കഴിയും എന്ന തരത്തിലാണ് മുന്നേറ്റം നടത്തുന്നത്. അത്തരത്തിൽ തന്നെയാണ് പ്രവചനങ്ങളും വരുന്നത്. എന്നാൽ സീറ്റ് വിഹിതം കുറയും എന്ന് ചില പഠനങ്ങൾ വ്യക്തമാകുന്നു. 294 അംഗ നിയമസഭയിൽ TMCക്ക് ഏതായാലും ഒരു 194 മുതൽ 184 വരെ സീറ്റുകൾ കിട്ടും എന്നതാണ് ഒരു പൊതു പ്രവചനം. 148 സീറ്റുകൾ കിട്ടിയാൽ അവർക്ക് ഭരണം നിലനിർത്താൻ കഴിയും. അതേസമയം NDA 108 സീറ്റുകൾ മുതൽ 118 സീറ്റുകൾ വരെ നേടും എന്നതാണ് ഇപ്പോൾ നിലവിലുള്ള ഒരു പ്രവചനം. BJPക്ക് മാത്രം 110 സീറ്റ് നേടാൻ കഴിയും എന്ന് കഴിഞ്ഞ ദിവസം അവിടെ പ്രചരണം നടത്തിയ അമിത്ഷാ ഇന്നും അതേ ആ നിലപാട് തന്നെ ആവർത്തിക്കുന്നു. ഇന്നും അവിടെ തങ്ങൾക്ക് 100-ലധികം സീറ്റുകൾ BJPക്ക് മാത്രം നേടാൻ കഴിയും എന്ന ഒരു വിലയിരുത്തൽ അദ്ദേഹം നടത്തുന്നു. പക്ഷേ കോൺഗ്രസും CPMഉം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വെല്ലുവിളിയെ ഉയർത്തുന്നില്ല എന്നതാണ് അവിടുത്തെ ഒരു പ്രധാന ചിത്രം. 0 മുതൽ 4 സീറ്റുകൾ വരെ ആണ് ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വേണ്ടി ഇത് പഠിക്കുന്ന വിദഗ്ധർ ആകെ കണക്കാക്കുന്നത്. ഏറി വന്നാൽ 4 സീറ്റുകൾ, പക്ഷേ 0 സീറ്റിനുള്ള സാധ്യത എല്ലാ അർത്ഥത്തിലുമുണ്ട് എന്നതാണ്. അപ്പോൾ 2021 പശ്ചിമ ബംഗാൾ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നേരത്തെ കണ്ടതാണ്. BJP 77 സീറ്റുകൾ നേടി. 2015 സീറ്റുകളാണ് TMC നേടിയത്. പ്രതിപക്ഷങ്ങളുടെ അതായത് ഈ BJPയെ സംബന്ധിച്ചിടത്തോളം മമതയുടെ പ്രതീക്ഷകളെ ഒന്നും തകർക്കാൻ അങ്ങനെ കഴിഞ്ഞില്ലെങ്കിലും BJPക്ക് 3-ൽ നിന്ന് 77-ലേക്ക് എത്താൻ കഴിഞ്ഞു എന്നത് ഒരു നിർണായക ഒരു നേട്ടമായി അവിടെ കണക്കാക്കാൻ കഴിയും. ഈ തെരഞ്ഞെടുപ്പിൽ പല മേഖലകൾ, പ്രത്യേകിച്ച് മെദിനിപൂർ, അതുപോലെ പ്രസിഡൻസി സോൺ എന്ന് പറയുന്ന 100ഓളം മണ്ഡലങ്ങളുള്ള മേഖല, ഇവിടെയെല്ലാം TMCക്ക് കാര്യമായ മേൽക്കൈയുണ്ട്. പ്രസിഡന്റ് സോണിൽ മാത്രം 75 മുതൽ 77 സീറ്റുകൾ വരെ കിട്ടും എന്നാണ് പറയുന്നത്. എന്നാൽ മാൾഡ പോലുള്ള പ്രദേശങ്ങളിൽ BJPക്ക് നേരിയ മുൻതൂക്കമുണ്ട് എന്ന് പ്രവചനങ്ങൾ വരുന്നു. 31 മുതൽ 33% വരെ അവിടെ സീറ്റുകൾ BJPക്ക് ലഭിക്കും എന്നതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. ഏതായാലും പലതരത്തിലുള്ള പഠനങ്ങൾ നടന്നു. ബംഗാളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മുഖ്യമന്ത്രി എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾക്കെല്ലാം മമതാ ബാനർജി തന്നെയാണ്. 46.4% ആളുകൾ അവരുടെ പേരാണ് പറയുന്നത്. മമതാ ബാനർജിയാണ് അവിടുത്തെ ഏറ്റവും ജനപ്രിയ നേതാവ് എന്ന കാര്യത്തിൽ തർക്കമില്ല. സുവേന്ദു അധികാരി BJP നേതാവിന് 34.9% പേരാണ് അവിടെ സുവേന്ദു അധികാരി ബംഗാളിൻ്റെ അടുത്ത മുഖ്യമന്ത്രിയാകണം എന്ന് കരുതുന്നത്. അതേസമയം അധീർ രഞ്ജൻ ചൗധരി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാവിനും മുഹമ്മദ് സലീം എന്ന CPM നേതാവിനുമൊക്കെ വലിയ പ്രസക്തിയില്ല. അധീർ രഞ്ജൻ ചൗധരിക്ക് 3.2% പേരുടെ മാത്രം പിന്തുണയേ ഉള്ളൂ എന്നതാണ്. CPMൻ്റെ മുഹമ്മദ് സലീമിന് 5% പേർ പിന്തുണയ്ക്കുന്നു. അതാണ് ഇതിൽ ആർക്ക് എന്ന് പറയാൻ കഴിയാതെ ഇതിൽ നിന്ന് വിട്ടുനിൽക്കുന്നവർക്ക് പോലും 5% ഉണ്ട്. അപ്പോൾ മുസ്ലിങ്ങൾ TMCയെ ശക്തമായി പിന്തുണയ്ക്കുന്നു എന്നതാണ് അവരുടെ ഒരു നേട്ടം. മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ നടത്തിയ പഠനങ്ങളിൽ 60%-ഓളം പേര് TMCയെ ശക്തമായി പിന്തുണയ്ക്കുന്നു എന്ന വിവരങ്ങളാണ് വരുന്നത്. SC ST അതുപോലെ പട്ടിക വിഭാഗത്തിൽ നിന്ന് വരുന്നവരുടെ പിന്തുണ BJPക്ക് വർദ്ധിക്കുന്നു എന്നതിൻ്റെ കണക്കുകൾ അവിടെ നിന്ന് വരുന്നവർ BJPയോട് ചായ്വ് കാണിക്കുന്നു എന്നതാണ് അവിടെ വരുന്നത്. അപ്പോൾ മമതാ സർക്കാരിൻ്റെ കഴിഞ്ഞ 5 വർഷത്തെ പ്രകടനത്തെക്കുറിച്ച് പശ്ചിമ ബംഗാളിലെ വോട്ടർമാർ പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് 30.4% പേർ വളരെ നല്ല ഭരണം എന്ന നിലയിലാണ് വിലയിരുത്തുന്നത്. 10.6% പേർ നല്ലത് എന്ന രീതിയിൽ വിലയിരുത്തുന്നു. അതേസമയം 12.2% പേർ ശരാശരി എന്ന് വിലയിരുത്തുന്നു. അതേസമയം വളരെ മോശം എന്ന് വിലയിരുത്തുന്നത് 25% ആളുകൾ മാത്രമാണ്.
അപ്പോൾ പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം മമതയുടെ 4ാം മന്ത്രിസഭയ്ക്കുള്ള സാധ്യതയാണ് അവിടെ നിന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ 1ാം ഘട്ടത്തിൽ നമുക്കറിയാം 16 ജില്ലകളിലായാണ് മത്സരം നടന്നത്. 152 മണ്ഡലങ്ങളിലാണ് പോളിംഗ് നടന്നത്. പശ്ചിമ ബംഗാളിലെ ബാക്കിയുള്ള 142 മണ്ഡലങ്ങളിലെ പോളിംഗാണ് ഇനി മെയ് 29-ന് നടക്കേണ്ടത്. സ്വാഭാവികമായും 4-ാം തീയതി അതിൻ്റെ ഫലം പുറത്തു വരും. പക്ഷേ ആദ്യഘട്ട പോളിംഗ് നടന്നപ്പോൾ 92.8% വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് നടന്നു. ഉയർന്ന പോളിംഗ് ശതമാനം അവിടെ വന്നു. അത് സാധാരണഗതിയിൽ ഭരണവിരുദ്ധ വികാരമായാണ് കണക്കാക്കപ്പെടുന്നത്. ഇങ്ങനെ വലിയ തോതിൽ വോട്ടർമാർ പോളിംഗ് ബൂത്തിൽ എത്തുന്നത് ഭരണവിരുദ്ധ വികാരമായി കണക്കാക്കപ്പെടുന്ന ഒരു രീതിയുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ കണക്കാക്കാൻ കഴിയില്ല എന്ന് വാദിക്കുന്നവരുണ്ട്. അപ്പോൾ 2011 TMC ഇടതുമുന്നണിയെ പരാജയപ്പെടുത്തി അധികാരത്തിലെത്തിയപ്പോൾ പശ്ചിമ ബംഗാളിൽ 84.33% പോളിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഒരു പ്രകടനമായിരുന്നു കഴിഞ്ഞ തവണ ഇതുപോലെ ഉയർന്ന പോളിംഗ് കണ്ടപ്പോൾ ഉണ്ടായത്. പക്ഷേ ഇത്തവണ അത് SIRൻ്റെ ഫലമായിരിക്കാം. ഉയർന്ന പോളിംഗ് നിരക്ക് നിലവിൽ ഉള്ളവർക്ക് അനുകൂലമായ സാഹചര്യങ്ങളും ധാരാളം ഉണ്ട് എന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ടിയിരിക്കുന്നു. ഒപ്പം ഈ SIR ഒരു പ്രധാന വിഷയമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തവണ ബംഗാളിൽ വലിയ തോതിൽ അവിടെ ഈ ഇലക്ട്രൽ പട്ടികയുടെ ശുദ്ധീകരണം നടത്തി. ഏതാണ്ട് 91 ലക്ഷം പേരുകളാണ് അവിടെ നിന്ന് പോയത്. പ്രത്യേകിച്ച് ഈ മുർഷിദാബാദ്, നോർത്ത് 24 പർഗാനാസ്, മാൾഡ, നാദിയ, സൗത്ത് പർഗാനാസ് എന്നിവിടങ്ങളിൽ നിന്ന് ഏറ്റവും അധികം ആളുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായി. സംസ്ഥാനത്തിലേക്ക് കുടിയേറിയ തൊഴിലാളികൾ ഈ തെരഞ്ഞെടുപ്പിന് തിരിച്ചു വന്നു എന്നത് വോട്ടിംഗ് ശതമാനം ഉയരാൻ ഒരു കാരണമായിരിക്കാം. കാരണം പല ആളുകളെയും തിരിച്ചു കൊണ്ടുവരാനുള്ള വോട്ടിങ്ങിന് എത്തിക്കാനുള്ള ഒരു തന്ത്രം മമതാ ബാനർജി അവിടെ എടുത്തിരുന്നു. പശ്ചിമ ബംഗാളിൽ നിന്ന് പുറത്തു പോയി ജോലി ചെയ്യുന്ന വോട്ടർമാരൊക്കെ അവർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടുമോ, അവരുടെ പൗരത്വം നഷ്ടമാകുമോ എന്നൊക്കെയുള്ള ആശങ്ക കൊണ്ട് പലരും സംസ്ഥാനത്തേക്ക് മടങ്ങി വന്നു, വോട്ടിങ്ങിൽ പങ്കെടുത്തു. മറ്റൊന്ന്, ഈ അർദ്ധസൈനിക സേനയെ അവിടെ നല്ല രീതിയിൽ ഇത്തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിന്യസിച്ചു. അത് ബംഗാളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. വോട്ടർമാരുടെ അക്രമങ്ങൾ കുറയുമെന്ന് അവർ കരുതി. അങ്ങനെ വോട്ടെടുപ്പിന് ശേഷമുള്ള അക്രമങ്ങളും ഒക്കെ കുറഞ്ഞുവെന്നും അവർ വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ താരതമ്യേന ശാന്തമായിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ ബംഗാളിനെ കാണുന്നു. അപ്പോൾ 2000-ലധികം കേന്ദ്ര സായുധ ഉദ്യോഗസ്ഥർ അവിടെ വിന്യസിച്ചതും SIR എന്ന വൈകാരിക ഘടകവും ഒക്കെ വോട്ടർ പങ്കാളിത്തം ഉയരുന്നതിന് കാരണമായി. പല വോട്ടർമാരും തങ്ങളുടെ പേര് പട്ടികയിൽ ചേർക്കുകയോ നീക്കം ചെയ്യുകയോ എന്ന കാര്യത്തിലുള്ള അനിശ്ചിതത്വവും ഉത്കണ്ഠയുമൊക്കെ രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ വോട്ട് ചെയ്തില്ലെങ്കിൽ തങ്ങൾ പട്ടികയിൽ നിന്ന് എല്ലാ കാലത്തേക്കും പുറത്താകുമോ എന്ന് ഭയപ്പെട്ടു. അതിൻ്റെയൊക്കെ ഭാഗമായി ഇത്തവണ വലിയ തോതിലുള്ള ഒരു വോട്ടിംഗ് നടന്നു. മമതാ ബാനർജിയുടെ TMC വ്യക്തമാക്കുന്നത് പല ജനക്ഷേമ പരിപാടികൾ അവർ നടത്തി, അതൊക്കെ ലക്ഷ്യം കണ്ടു എന്നതാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.